എഴുതി കിട്ടിയിരിക്കുന്നത്. സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങൾ ശരാശരി മനുഷ്യനിൽ ഏറ്റക്കുറച്ചിലോടുകൂടി കാണുന്നുണ്ടല്ലോ. ഇത് യാഥാർത്ഥ്യമല്ലേ? വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. നമ്മുടെ ഇതുവരെ നടന്ന ക്ലാസ്സുകളിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുള്ള ഒരു വസ്തുത, ഭാരതീയ വിജ്ഞാനത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥം ഉപനിഷത്താണെന്ന്. എന്തുകൊണ്ട് ഉപനിഷത്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എല്ലാ ഗ്രന്ഥങ്ങളെയും പ്രമാണമാക്കി കാണിക്കുന്ന ആളുകൾ ഉണ്ട്. പലർക്കും പലതാണ് പ്രമാണം. ചിലർ പ്രമാണമെന്ന് വിചാരിക്കുന്നതിന് വേറെ ചിലർ പ്രമാണമെന്ന് വിചാരിക്കുന്നില്ല. പ്രമാണ ഗ്രന്ഥങ്ങൾ പലർക്കും പലതാണ്. ഉപനിഷത്തിന് എന്താണ് വിശേഷം? ഉപനിഷത്തിനെ പ്രമാണമാക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് അവരതിനെ പ്രമാണമാക്കുന്നത്? ഉപനിഷത്തിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ളത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപനിഷത്ത് വേദത്തിന്റെ ഭാഗമാണ് എന്ന ധാരണ വേദത്തിന്റെ ജ്ഞാനകാന്ഡമാണ് ഉപനിഷത്ത്, ബാക്കിയുള്ളത് കർമ്മകാന്ഡമാണ് എന്ന ധാരണ. വേദത്തിന് ശേഷമാണ് ഉപനിഷത്ത് ഉണ്ടായത് എന്ന ധാരണ. അതായത് വേദത്തിലെ ഏറ്റവും പ്രാചീനമായത് സംഹിതയാണ്. സംഹിത, ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത്, അങ്ങനെ 4 ഭാഗങ്ങളുള്ളതാണ് വേദം എന്നാണ് ധാരണ. ഇതൊക്കെ എങ്ങനെയാണ് തെറ്റായിരിക്കുന്നത് എന്ന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപനിഷത്ത് വേദത്തിന് മുൻപേ ഉള്ളതാണ് എന്നും വേദം ഉണ്ടായതിന് ശേഷം ഉപനിഷത്തിന് ഉണ്ടാകാനേ കഴിയുമായിരുന്നില്ല എന്നും കാണിച്ചിട്ടുണ്ട്. ആര്യ ആധിപത്യത്തിന്റെ മൂർധന്യത്തിലായിരിക്കാം വേദം ഉണ്ടായത്. ആര്യൻ കൊളോണിയലിസം, ആര്യന്മാരുടെ ഭീകര ഭരണം ഭാരതത്തിൽ മുഴുവനും വ്യാപിച്ച് ഉറച്ചതിന് ശേഷമാണ് വേദമുണ്ടാകുന്നത്. ആര്യന്മാരും അവരുടെ കിങ്കരന്മാരായ കുറേ ഇന്ത്യക്കാരുമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതെന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടാക്കിയത് ഭാരതത്തിന്റെ തനത് വിജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ തനത് വിജ്ഞാനത്തെ അതിൻ്റെ ഉപജ്ഞാതാക്കൾ മുതൽ ആചാര്യന്മാര്, അന്തേവാസികള്, അത് പഠിച്ചവര്, ഇങ്ങനെയുള്ള എല്ലാവരെയും വംശഹത്യ ചെയ്ത് അവരുടെ ഗ്രന്ഥങ്ങളുമെല്ലാം അപഹരിച്ച് ആ വിദ്യയെ ഇല്ലാതെയാക്കുന്നു. ഉപനിഷത്തിൽ
ഉപനിഷത്തിന്റെ 8-10 മടങ്ങ് കപട ശാസ്ത്രങ്ങൾ ചേർത്ത് അത് മുഴുവനും പരിഹാസ്യമായ ഒരു വാങ്മയമാക്കി മാറ്റുന്നു, ശുദ്ധ അസംബന്ധമാക്കി അതിനെ മാറ്റുന്നു. അത് പിന്നെ വിഭജിച്ച് ഓരോരോ വേദത്തിന്റെ ഭാഗമാക്കി ഓരോ ഉപനിഷത്ത് വേറെ വേറെ പേരുകളും ഇട്ട് അങ്ങനെയാണ് വേദത്തിന്റെ ഭാഗമാക്കുന്നത്. അങ്ങനെ ആക്കിയപ്പോ വേദവാക്യങ്ങൾ 5 ഭാഗങ്ങളാണ്. വിധി, മന്ത്രം, അർത്ഥവാദം, നാമധേയം, നിഷേധം. അതില് അർത്ഥവാദം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ഒരർത്ഥവും ബോധിപ്പിക്കാൻ ഇല്ലാത്തതും വേറെ ഏതെങ്കിലും അർത്ഥത്തെ നിന്ദിക്കാനോ സ്തുതിക്കാനോ വേണ്ടി ചെയ്യുന്നതുമായ കൃതിയാണ്. അതിനുള്ള വാക്യങ്ങളാണ് അർത്ഥവാദ വാക്യങ്ങൾ. ഉപനിഷത്തിനെ അത് ജ്ഞാനകാന്ഡമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വൈദികർ ഈ വേദവിഭാഗത്തിൽ അതിനെ അർത്ഥവാദത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉപനിഷത്തിന് സ്വതന്ത്രമായി അർത്ഥം ഇല്ല. വേറെ ഏതോ അർത്ഥത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഉപനിഷത്ത്. അതേതാണ് അർത്ഥം? അത് യജമാനനാണ്, യാഗം ചെയ്യുന്ന ആള്. യാഗം ചെയ്യുന്ന ആളുടെ സ്തുതിയാണ് ഉപനിഷത്ത്. അതുകൊണ്ട് ഉപനിഷത്തിലെ ഒരു വാക്യത്തിനും സ്വതന്ത്രമായി അർത്ഥം പറയാൻ പാടില്ല, ഒന്നിൻ്റെയും വാച്യാർത്ഥം സ്വീകരിക്കാൻ പാടില്ല. ഉപനിഷത്തിന്റെ വാക്യാർത്ഥം എന്നൊരു വാക്യാർത്ഥം ഇല്ല. ഉപനിഷത്തിന്റെ ആകെ അർത്ഥം യജമാനൻ തുത്യനാണ് എന്ന് മാത്രമാണ്. ഇതാണ് വേദത്തിന്റെ നിലപാട്. അങ്ങനെ ഉപനിഷത്തിനെ ഇല്ലായ്മ ചെയ്ത സാഹിത്യമാണ് വേദം. അതുകൊണ്ട് വേദത്തിന് പിന്നീട് ഉപനിഷത്ത് ഉണ്ടാവുക എന്നത് അസംബന്ധമാണ്. മുമ്പേ തന്നെ ഉള്ള ഉപനിഷത്തിനെ ഇല്ലാതെയാക്കിയിട്ടാണ് വേദം ഉണ്ടാക്കിയത്. ഉപനിഷത്താണ് ആദ്യം ഉണ്ടാകുന്നത്. അതാണ് ഭാരതത്തിന്റെ തനത്ത് വിജ്ഞാനം. ആ വിജ്ഞാനത്തെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലാണ് ജഗത്തിന്റെ ഉത്പത്തി പരിണാമങ്ങളെ സംബന്ധിച്ച സിദ്ധാന്തം ഉള്ളത്. ഉപനിഷത്തിന് ശേഷം ഇന്ന് വരെ അതിന് വേറെ ഒരു സിദ്ധാന്തം ഉണ്ടായിട്ടില്ല. ആധുനിക വിജ്ഞാനത്തിൽ ജഗത്തിന്റെ സിദ്ധാന്തം ഇല്ല. ബിഗ് ബാങ് തിയറി ജഗത്തിന്റെ സിദ്ധാന്തമല്ല. ബിഗ് ബാങ്ങിലാണ് ജഗത്തിന്റെ ഉത്പത്തി എന്ന് ആധുനിക വിജ്ഞാനം പറയുന്നില്ല. പിന്നെ ബിഗ് എക്സ്പാൻഷൻ തിയറി ഉണ്ടാക്കി. ബിഗ് ബാങ്ങിനെ ഉപേക്ഷിച്ചിട്ടാണ് മിക്കവാറും ബിഗ് എക്സ്പാൻഷൻ തിയറി ഉണ്ടാക്കി. മഹാവികാസവാദം അതും ജഗത്തിന്റെ ഉത്പത്തിയാണ് എന്ന് പറയുന്നില്ല. ജഗത്തിന്റെ ഉത്പത്തിയെ സംബന്ധിച്ച് ആധുനിക വിജ്ഞാനത്തിൽ ഒരു സിദ്ധാന്തവും ഇല്ല. സിദ്ധാന്തമുള്ളത് ഉപനിഷത്തിൽ മാത്രമാണ്. ഉപനിഷത്തിലെ തത്വമസി പ്രകരണത്തിലാണ്. സത്ത എന്ന് അവിടെ പേര് പറയുന്ന ആദിബോധം, പ്രൈമോഡിയൽ കോൺഷ്യസ്നസ് ഉത്ക്രമിച്ച് എല്ലാം ആയി തീർന്നു. എന്തെല്ലാം ജഗത്തിലുണ്ടോ അതെല്ലാം സത്ത് ഉത്ക്രമിച്ച് ആയി തീർന്നതാണ്. അങ്ങനെ ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ജഗത്ത്. ജഗത്ത് സത്ത് തന്നെയാണ്, ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്ത് എന്നതാണ് ഇതിന്റെ വിശേഷം.
ഇതാണ് ഉപനിഷത്തിലെ വിശ്വോത്ക്രാന്തി സിദ്ധാന്തം, തിയറി ഓഫ് യൂണിവേഴ്സൽ എവല്യൂഷൻ. ഇതാണ് ജഗത്തിനെ സംബന്ധിച്ച് ആകെപ്പാടെ ഇന്നുവരെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സിദ്ധാന്തം. ഈ സിദ്ധാന്തം സത്ത് ഉത്ക്രമിച്ച് ജഗത്തായി എന്നാണല്ലോ. ജഗത്തിന്റെ കാരണം സത്താണ്, സത്തിന്റെ കാര്യമാണ് ജഗത്ത്. കാരണത്തെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നു, കാര്യത്തെ വികൃതി എന്ന് പറയും. കാര്യകാരണ ഭാവം തന്നെയാണ് പ്രകൃതി വികൃതി ഭാവം. ജഗത്തിന്റെ പ്രകൃതി എന്താണെന്ന് ചോദിച്ചാൽ ഉപനിഷത്തിന്റെ ഉത്തരം സത്താണ് ജഗത്തിന്റെ പ്രകൃതി എന്നാണ്. ഒന്നിൽ നിന്ന് വേറെ വല്ലതും ഉണ്ടായാൽ അതാ ഉണ്ടായതിൻ്റെ എല്ലാം പ്രകൃതിയാണ്, ഉണ്ടായതൊക്കെ അതിൻ്റെ വികൃതിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അസംഖ്യം പ്രകൃതികളുണ്ട്. അസംഖ്യം പ്രകൃതികൾ ഉള്ളവയ്ക്കെല്ലാം പ്രകൃതികൾ ഉണ്ട്. അങ്ങനെ എല്ലാ പ്രകൃതികളുടെയും പ്രകൃതിയായ മൂലപ്രകൃതി എന്ന ധാരണ ഉണ്ടാകുന്നു. തനിക്ക് പ്രകൃതി ഇല്ലാത്ത, താൻ എല്ലാറ്റിൻ്റെയും പ്രകൃതിയായിരിക്കുന്ന വസ്തുവാണ് മൂലപ്രകൃതി. വിശ്വോത്ക്രാന്തി സിദ്ധാന്തം അനുസരിച്ച് നോക്കിയാൽ മൂലപ്രകൃതി എന്ന് പറയുന്നത് സത്താണ്. സത്ത് ഉത്ക്രമിച്ചാണ് എല്ലാം ഉണ്ടായത്. സത്ത് എല്ലാ പദാർത്ഥങ്ങളുമായിട്ട് പരിണമിച്ചു. അതുകൊണ്ട് സത്താണ് മൂലപ്രകൃതി. സത്ത് എന്ന് പറയുന്നത് ബോധമാണ്, ആദിബോധം, ബോധത്തിൻ്റെ ആദിമ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് സത്ത് ഉത്ക്രമിച്ച് മേൽക്കുമേലെയുള്ള ബോധതലങ്ങൾ ഉണ്ടാകുന്നു. ബോധം സ്പന്ദിച്ച് ശക്തിയാകുന്നു, ശക്തിയിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ബോധത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മൂലപ്രകൃതിയായത് സത്ത്, ബോധമാണ് മൂലപ്രകൃതി. ബോധത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ഇതാണ് ഉപനിഷത്തിന്റെ സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഓർത്തുകൊണ്ട് ഇനി ഈ പറഞ്ഞ സത്വരജസ്തമോ ഗുണങ്ങളെ ചിന്തിക്കാം. ഉപനിഷത്തിലെങ്ങും ഈ ത്രിഗുണങ്ങളുടെ പരാമർശമില്ല. ഉപനിഷത്തിൽ ത്രിഗുണങ്ങൾ ഇല്ല. ജഗത്ത് സത്തിന്റെ പരിണാമമാണ്. സത്താണ് ജഗത്തിന്റെ കാരണം, വേറെ കാരണം ഇല്ല. ഇതാണ് ഉപനിഷത്തിന്റെ സിദ്ധാന്തം. ഉപനിഷത്തിൽ ഇല്ലാത്തതാണ് ഈ ത്രിഗുണങ്ങൾ. ഉപനിഷത്തിൽ എങ്ങുമില്ല. ഭാരതത്തിന്റെ മൂലവിജ്ഞാനം ത്രിഗുണങ്ങൾ എന്ന ഒരു ആശയം പറയുന്നേയില്ല. ഭാരതീയ വിജ്ഞാനത്തിൽ ത്രിഗുണങ്ങളില്ല. ത്രിഗുണം പിന്നെ എവിടുന്നുണ്ടായി? ഈ ത്രിഗുണങ്ങളെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് സാഖ്യശാസ്ത്രത്തിലാണ്. കപിലനെയാണ് അതിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത്. കപിലന്റെ
സാഖ്യം. കപിലനാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. സാഖ്യസൂത്രങ്ങളിൽ ഈ ത്രിഗുണത്തെ അവതരിപ്പിക്കുന്നു. സത്വരജസ്തമോ ഗുണാനാം സാമ്യാവസ്ഥ മൂലപ്രകൃതി എന്ന് കപിലന്റെ സൂത്രം. സത്വരജസ്തമോ ഗുണാനാം സാമ്യാവസ്ഥ മൂലപ്രകൃതി. സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ, സമത്തിന്റെ ഭാവമാണ് സാമ്യം. സമം എന്നാൽ തുല്യം. സത്വവും രജസും തമസും തുല്യമായിട്ടിരിക്കുന്ന അവസ്ഥ, ഏറ്റക്കുറച്ചിൽ കൂടാതെ മൂന്നും തുല്യമായ അളവിൽ ഇരിക്കുന്ന അവസ്ഥയാണ് മൂലപ്രകൃതി. ഇതാണ് സാഖ്യസൂത്രത്തിന്റെ താല്പര്യം. ഇവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പേര് കേൾക്കുന്നത്, സത്വം രജസ് തമസ്. അതിനെന്തായിട്ട് പറഞ്ഞു? അതിനെ കപിലൻ മൂലപ്രകൃതിയായിട്ട് പറഞ്ഞു. ഭാരതീയ വിജ്ഞാനത്തിന്റെ, ഉപനിഷത്തിന്റെ സിദ്ധാന്തത്തിന് വിരുദ്ധമായിട്ട് സത്താണ് ജഗത്തിന്റെ മൂലപ്രകൃതി എന്ന ആശയത്തെ നിഷേധിച്ചുകൊണ്ട് കപിലനെ 3 ഗുണങ്ങളെ കൽപ്പിക്കും. വല്ലതും ഒന്ന് കേട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും അതിനെ പരീക്ഷിച്ചിട്ടാണ്. വേറെ മാർഗമില്ല. യുക്തിയോടും അനുഭവത്തോടും യോജിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ തെറ്റ്. അല്ലാണ്ട് തീരുമാനിക്കാൻ വേറെ മാർഗമില്ല. ആദിബോധം ഉത്ക്രമിച്ച് ജഗത്തായി എന്ന് പറയുന്ന സിദ്ധാന്തം യുക്തി വിചാരം ചെയ്ത് നോക്കിയാൽ സർവത്ര യുക്തിക്ക് നിരക്കുന്നതാണ്. അത് യുക്തിസഹം ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നത്. ഇത് അനുഭവത്തിനും യോജിച്ചിരിക്കുന്നതാണ്. യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നത് ആയതുകൊണ്ട് അത് സ്വീകാര്യമാകുന്നു. ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ ഉണ്ട് എന്നതിന് ഒരു പ്രമാണവും ഇല്ല. ബോധം ഉണ്ട് എന്നതിന് പ്രമാണമുണ്ട്. എന്തുകൊണ്ട് ബോധിക്കുന്നുവോ അത് ബോധം. നമ്മളെല്ലാവരും പലതും ബോധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷമാണ്. എന്തുകൊണ്ടാണോ ബോധിക്കുന്നത് അത് ബോധം. ഇതാണ് ബോധത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ബോധമുണ്ട് എന്ന് എല്ലാവർക്കും പ്രത്യക്ഷമാണ്. ബോധിക്കപ്പെടുന്നത് എന്താണ്? ബോധിക്കപ്പെടുന്നതും ഉപനിഷത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച്, വിശ്വോത്ക്രാന്തി സിദ്ധാന്തം അനുസരിച്ച് ബോധത്തിന്റെ പരിണത രൂപങ്ങൾ തന്നെയാണ്. ബോധിക്കുന്നത് ബോധമായിരിക്കുന്നത് പോലെ ബോധിക്കപ്പെടുന്നതും ബോധം തന്നെയാണ്. മൂലസ്വരൂപം കൊണ്ട്
ബോധിക്കപ്പെടുന്നവ ഒക്കെ ബോധം തന്നെയാണ്. ബോധം പരിണമിച്ചാണ് എല്ലാം ആയത്. ബോധാവും ബോധ്യവും ദൃക്കും ദൃശ്യവും മൂലസ്വരൂപം കൊണ്ട് ഒന്നാണ്, രണ്ടല്ല. ഇതാണ് ഉപനിഷത്തിന്റെ അദ്വൈതം, അഭേദജ്ഞാനം. ഇവിടെ മൂലപ്രകൃതി എന്ന് പറയുന്നത് ഉത്ക്രമിച്ച ആദിബോധമാണ്. അതിന് വിപരീതമായിട്ടാണ് കപിലൻ ത്രിഗുണങ്ങളാണ് മൂലപ്രകൃതി എന്ന് പറഞ്ഞത്. ഈ ത്രിഗുണങ്ങളുണ്ട് എന്നതിന് യുക്തിയുമില്ല, അനുഭവവും ഇല്ല. സത്വഗുണം കൊണ്ടാണ് ജ്ഞാനമുണ്ടാകുന്നത് എന്ന് പറയുന്നു. ഇത് കപിലൻ ആദ്യം പറഞ്ഞു. കപിലന്റെ ഈ വാദം അങ്ങനെ തന്നെ വേദാന്തം ഏറ്റെടുത്തു. സാങ്ക്യത്തിന് ശേഷമാണ് വേദാന്തം ഉണ്ടാകുന്നത്. സാങ്ക്യന്റെ ഈ വാദങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് അതിനെ സ്വന്തം സിദ്ധാന്തമാക്കി കാണിക്കുകയാണ് വേദാന്തം ചെയ്തത്. സാങ്ക്യനില് ബ്രഹ്മം എന്നൊരു സാധനമില്ല. അങ്ങനെ സാധനത്തെ കപിലൻ അംഗീകരിച്ചിരിക്കുക. ത്രിഗുണങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ത്രിഗുണങ്ങളാണ് മൂലപ്രകൃതി. അത് പരിണമിച്ചാണ് ജഗത്തായത്. വേദാന്തത്തിൽ ബ്രഹ്മം എന്ന ഒരു വസ്തുവിനെ സ്വീകരിച്ചെന്ന് മാത്രമല്ല, ആ ബ്രഹ്മം മാത്രമാണ് വസ്തു, ബാക്കിയെല്ലാം അവസ്തുവാണ് എന്നാണ് വേദാന്തത്തിന്റെ വാദം. വസ്തുവായിട്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് ഈ കപിലന്റെ വാദത്തെ എങ്ങനെ ഘടിപ്പിക്കും? അതിന് കണ്ടുപിടിച്ച കൗശലം ഈ ത്രിഗുണങ്ങള് ബ്രഹ്മത്തിന്റെ ശക്തിയാണ് എന്ന് കൽപ്പിച്ചു. ബ്രഹ്മത്തിന്റെ അചിന്യ ശക്തിയാണ് ത്രിഗുണങ്ങൾ. കപിലൻ കൊടുത്തിട്ടില്ലാത്ത ചില പേരുകളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. കപിലൻ ത്രിഗുണങ്ങൾ മൂലപ്രകൃതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേദാന്തം അതിനെ അജ്ഞാനം എന്നും അവിദ്യ എന്നും പേരിട്ടു. പിന്നെ മായ എന്നും പേരിട്ടു. വേദാന്തത്തിൽ ഈ മൂന്ന് പേരുകളിലും ത്രിഗുണങ്ങൾ പറയപ്പെടുന്നു: അവിദ്യ, അജ്ഞാനം, മായ. ഗീതയിൽ പ്രധാന കഥാപാത്രമാണ് ഈ ത്രിഗുണം. ഗീത ഉപനിഷത്തിന്റെ സാരമാണെന്നാണ് പറയാറ്. പക്ഷേ ഉപനിഷത്തിന്റെ സിദ്ധാന്തമായ വിശ്വ ഉത്ക്രാന്തി സിദ്ധാന്തം, സത്യന്റെ ഉത്ക്രാന്തിയാണ് ജഗത്ത് എന്ന സിദ്ധാന്തം, ഗീത സ്വീകരിച്ചിട്ടില്ല. ഗീതയിൽ എവിടെയും പറയുന്നില്ല. മാത്രമല്ല, അതിനെതിരായിട്ട് കപിലൻ കൊണ്ടുവന്ന ഈ ത്രിഗുണങ്ങള് സർവത്ര പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിലെ കഥാനായികയാണ് ഈ ത്രിഗുണം. ഗീതയിലെ കഥാനായികയാണ് ഈ ത്രിഗുണം. ഗീത ഉപനിഷത്തിന്റെ സാരമാണ് എന്ന വാദവും കപടവാദമാണ്. ഗീത ഉപനിഷത്തിന്റെ സാരമല്ല എന്നതുകൊണ്ട് തെളിയുന്നു.
ഉപനിഷത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായതിനെ സിദ്ധാന്തങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഗീത. അപ്പൊ അതിലും കപിലന്റെ ഈ ത്രിഗുണം ഉണ്ട്. മറ്റ് വേദാന്ത ഗ്രന്ഥങ്ങളിലും ഈ ത്രിഗുണം ഉണ്ട്. ഇങ്ങനെയാണ് ഈ ത്രിഗുണം ഭാരതീയ സാഹിത്യത്തിൽ പടർന്ന് പന്തലിച്ചത്. എല്ലാവരിലും ഏറ്റക്കുറച്ചിലോടുകൂടി കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, കാണുന്നു എന്നതിന് ഒരു പ്രമാണവും ഇല്ല. ബോധത്തിന് പ്രമാണമുണ്ട്, ശക്തിക്ക് പ്രമാണമുണ്ട്, ദ്രവ്യത്തിന് പ്രമാണമുണ്ട്. ത്രിഗുണത്തിന് പ്രമാണമില്ല. ഉണ്ടെന്ന് കാണിക്കാനേ പറ്റില്ല. ഇത് എല്ലാവരിലും ഉണ്ട് എന്നത് ഈ സാഖ്യവും വേദാന്തവും കൂടി സൃഷ്ടിച്ചെടുത്ത ധാരണയാണ്. സാഖ്യവും വേദാന്തവും പഠിച്ചവരെല്ലാം എല്ലാവരിലും ഉണ്ട് എന്ന് പറയുന്നു. ജഗത്ത് അതിൻ്റെ പരിണാമമാണെന്ന് പറയുന്നു. വിമർശന ബുദ്ധിയോടുകൂടി ഇതിനെ പഠിക്കാൻ പുറപ്പെട്ടാൽ എല്ലാ വാങ്മയത്തെയും പ്രമാണ പരീക്ഷ ചെയ്ത് സ്വീകരിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടായാൽ, യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതാണോ അല്ലയോ എന്ന് നോക്കി മാത്രം നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഈ ധാരണ മാറും. ത്രിഗുണങ്ങൾ എന്നത് കപിലന്റെ കൽപ്പനയാണ്. കപിലൻ അങ്ങനെ കൽപ്പിച്ചു, ഇതാണ് മൂലപ്രകൃതി. അതിനെന്താണ് പ്രമാണമെന്ന് കപിലനെങ്ങും പറയുന്നില്ല. ഒരു തെളിവുമില്ലാത്ത ഒരു വാദമാണ് ഈ ത്രിഗുണവാദം. ഇപ്പൊ ജ്ഞാനമുണ്ടാകുന്നത് സത്വഗുണം കൊണ്ടാണ് എന്ന് ഗീത പറയുന്നു. സത്വസഞ്ജായത ജ്ഞാനം. ജ്ഞാനം ഉണ്ടാകുന്നത് ബോധം കൊണ്ടാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. സാമാന്യ ബുദ്ധി കൊണ്ട് അറിയുന്നത് ബോധമുള്ളത് കൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത് എന്നാണ്. ത്രിഗുണങ്ങളിൽ ഒന്നായ സത്വം കൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത് എന്നതിന് ഒരു പ്രമാണവും ഇല്ല. മാത്രമല്ല, മൂലപ്രകൃതി എന്ന ഏകവസ്തുവായിട്ട് പറയപ്പെടുന്ന ഈ സത്വരജസ്തമസുകൾ, ഇത് ഓരോന്നും പരസ്പര വിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പരസ്പര വിരുദ്ധമായ ധർമ്മങ്ങളോട് കൂടിയതാണ്. പരസ്പര വിരുദ്ധമായ ധർമ്മങ്ങളോടുകൂടിയ മൂന്നിൻ്റെ സമാഹാരമാണ് സാഖ്യത്തിലെ മൂലപ്രകൃതി. അത് തന്നെ വേദാന്തത്തിലും പ്രകൃതിയായിട്ട് വരുന്നു. വേദാന്തത്തിന് ഇതിലുള്ള സ്ഥാപിത താല്പര്യം ബോധം നിർവികാരമാണെന്ന് കാണിക്കണം. ബോധത്തിന് ഒരിക്കലും ഒരു മാറ്റവും വരുന്നില്ല. ബോധമാകെ ഒന്നേ ഉള്ളൂ, അത് അഖണ്ഡമാണ്, അത് നിർവികാരമാണ്. ഇങ്ങനെ ഒരു വാദം ഇതും ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇതിനും ഒരു പ്രമാണവും കാണിക്കാൻ കഴിയില്ല. ബോധം പരിണമിച്ച് ജഗത്തായി എന്നും
അതുകൊണ്ട് ജഗത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ബോധത്തോടു കൂടിയതാണ്, ബോധം പരിണമിച്ചുണ്ടായതാണ്, ബോധമാണ് എല്ലാം ആയി തീർന്നത്. അതുകൊണ്ട് എല്ലാം സചേതനമാണ് എന്ന് വരുന്നു. അചേതനമായ ഒന്നുമില്ല, അനാത്മാവായ ഒന്നുമില്ല. എന്നാൽ വേദാന്തത്തിൽ വളരെ വിശേഷമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വാദമാണ് ആത്മ അനാത്മ വിവേകം. ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയുക. അനാത്മാവുണ്ട് എന്ന് വേദാന്തം സിദ്ധാന്തിക്കുന്നു, ആത്മാവല്ലാത്തതുണ്ട്. ആത്മാവല്ലാത്തതുണ്ടാകണമെങ്കിൽ ജഗത്തിന്റെ കാരണം ആത്മാവല്ലാതിരിക്കണമല്ലോ. ജഗത്തിന്റെ കാരണം ആത്മാവാണെങ്കിൽ പിന്നെ ആത്മാവല്ലാത്തൊന്നും ജഗത്തിലുണ്ടാവില്ല. പല രൂപങ്ങളുണ്ടായിരിക്കും, പക്ഷെ എല്ലാ രൂപങ്ങളും ആയി തീർന്നിരിക്കുന്നത് ആത്മാവ് തന്നെയായിരിക്കും, ബോധം തന്നെയായിരിക്കും. ഇങ്ങനെ ആത്മാനാത്മ വിവേകം എന്ന ആശയം കൊണ്ടുവന്ന് ജഗത്തിൽ ആത്മാവും അനാത്മാവും ഉണ്ട്, ബോധമുള്ളതും ബോധം ഇല്ലാത്തതും ഉണ്ട് എന്ന തെറ്റിദ്ധാരണ വേദാന്തം പ്രചരിപ്പിച്ചു. ഉപനിഷത്തിനെ നമ്മൾ ഉപനിഷത്തായിട്ട് സ്വീകരിച്ചാൽ ഉപനിഷത്തിൽ ചേർത്തിട്ടുള്ള മായം മുഴുവനും നീക്കിക്കളഞ്ഞ്, കപടശാസ്ത്രങ്ങൾ നീക്കിക്കളഞ്ഞ് ഉപനിഷത്തിനെ മാത്രം സ്വീകരിച്ചാൽ ജഗത്ത് മുഴുവൻ ബോധത്തിന്റെ വികാരമായതുകൊണ്ട് ബോധം തന്നെയാണ്, അചേതനം എന്നൊന്നില്ല. ഇങ്ങനെ ഈ സത്കാരണവാദം സർവചേതനവാദത്തിലേക്ക് നയിക്കുന്നു. പാൻ സൈക്കിസം, എല്ലാത്തിനും ബോധമുണ്ട്. ഇതാണ് ശരിക്കും ഉപനിഷത്തിന്റെ സിദ്ധാന്തം. അതിനോട് ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ പറ്റുന്നല്ല ഈ ത്രിഗുണങ്ങൾ. കപിലന് മുമ്പ് ഇങ്ങനെ ഒരു ആശയം ലോകത്തിലില്ല. കപിലൻ എന്ന വ്യക്തിയുടെ ഭാവനയിൽ ഉണ്ടായതാണ് ത്രിഗുണങ്ങൾ. ആ ഭാവനയുടെ അടിസ്ഥാനത്തിൽ കപിലൻ ഒരു ശാസ്ത്രം ഉണ്ടാക്കി. ആ ശാസ്ത്രം ഭാവനയിൽ മാത്രം ജീവിക്കുന്നത് കൊണ്ട് അത് കപടശാസ്ത്രമാണ്. അതിൽ ലോകത്തിൽ ഒരു പ്രമാണവും അതിന് കാണിക്കാനില്ല. ഉപനിഷത്ത് അങ്ങനെയല്ല. ഉപനിഷത്തിൽ പറയുന്നതൊക്കെയും യഥാർത്ഥമായ ഉപനിഷത്ത് മുഴുവനും യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രമാണ പരീക്ഷ ചെയ്ത് സ്വീകരിച്ചാൽ യഥാർത്ഥ ഉപനിഷത്തിലെ ഓരോ വാക്യത്തെയും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. ബാക്കി ഈ സാഖ്യാദി ദർശനങ്ങളിലൊന്നും ഒരു വാക്യത്തെയും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ശാസ്ത്രത്തിനെതിരായിട്ട് അസംഖ്യം കപടശാസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കപടശാസ്ത്രങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇപ്പൊ സാഖ്യവും വേദാന്തവും തമ്മിൽ പോലും മൗലികമായ വ്യത്യാസമുണ്ട് എന്നിപ്പോ നമ്മൾ കണ്ടല്ലോ. ഗുണത്തെ മൂലപ്രകൃതിയായിട്ട് രണ്ടും സ്വീകരിക്കുന്നുണ്ട് എങ്കിലും അത് സ്വീകരിച്ചതിന് ശേഷം സാഖ്യത്തിൽ ആ മൂലപ്രകൃതി അല്ലാതെ വേറെ ഒരു കാരണവും ജഗത്തിനില്ല. എന്നാൽ വേദാന്തത്തിൽ ബ്രഹ്മം എന്ന ഒരു വസ്തുവുണ്ട്. ആ ബ്രഹ്മത്തെയാണ് ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായിട്ട് പറയുന്നത്. എന്നിട്ട് ആ ബ്രഹ്മത്തിന്റെ ശക്തിയാക്കി സാഖ്യന്റെ കപിലന്റെ ത്രിഗുണത്തെ കൽപ്പിച്ച് ബ്രഹ്മം പരിണമിക്കുന്നില്ല, ബ്രഹ്മത്തിന്റെ ശക്തിയായ ത്രിഗുണം പരിണമിച്ചാണ് എല്ലാം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു.
ഇത് അനേകായിരം കൊല്ലം നീണ്ടു നിന്ന വലിയ വ്യവസായമാണ്. കപട ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി മനുഷ്യബുദ്ധിയെ പരമാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് തെറ്റിച്ച് മനുഷ്യനെ അജ്ഞാനത്തിൽ ആഴ്ത്താനുള്ള ഈ വ്യവസായം അനേകായിരം കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഒരിക്കലത് പൂർത്തിയാക്കി ആര്യന്മാരുടെ ഭീകര ഭരണം ഭാരതത്തിൽ മുഴുവൻ നടക്കുന്നതുകൊണ്ട് കോളനൈസ് ചെയ്യപ്പെട്ട ഭാരതീയർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നതുകൊണ്ട്, അവരുടെ കയ്യിൽ ധനമില്ലാതിരുന്നതുകൊണ്ട്, അവരുടെ കയ്യിൽ അധികാരമില്ലാതിരുന്നതുകൊണ്ട് അവർക്ക് ഇതെല്ലാം സഹിക്കേണ്ടി വന്നു. ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ബൗദ്ധിക സ്വത്ത് അവർക്ക് നഷ്ടപ്പെട്ടു. മറ്റുള്ള ഏത് കൊളോണിയലിസം എടുത്തു നോക്കിയാലും ഭൗതിക സമ്പത്ത് മാത്രമേ കവർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ആര്യൻ കൊളോണിയലിസത്തിൽ ഭൗതിക സ്വത്തും കൊള്ളയടിക്കപ്പെട്ടു. നമ്മുടെ വിജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് പകരം മഠയത്തരങ്ങളെ ജ്ഞാനവ്യാജേന നമ്മൾ അംഗീകരിക്കേണ്ടി വന്നു. കപടശാസ്ത്രങ്ങളെ അംഗീകരിക്കേണ്ടി വന്നു. ആര്യാധിപത്യത്തിൽ കപടശാസ്ത്രമായിരുന്നു വിദ്യാഭ്യാസം. അത് മദ്രസയിലൊക്കെ പഠിക്കണമാര് ഈ ആര്യൻ പാരമ്പര്യ തുടർച്ചയാണ് ശരിക്കും ഇന്നത്തെ ഈ മദ്രസകളും സൺഡേ ക്ലാസ്സുകളും ഒക്കെ. ഇത് ഇസ്ലാം കണ്ടുപിടിച്ചതൊന്നല്ല. ഇതെല്ലാം ആര്യൻ പാരമ്പര്യത്തിലുള്ളതാണ്. ആ പാരമ്പര്യത്തിന് നമ്മളും അടിമപ്പെട്ടപ്പോൾ നമുക്കും ഇത് പഠിക്കേണ്ടി വന്നു. പിന്നെ ഇതായി നമ്മുടെ വിദ്യാഭ്യാസം. ഉപനിഷത്തിനെ കപടശാസ്ത്രങ്ങളിൽ കുഴിച്ചിട്ട് അതിൻ്റെ ശരിയായ തത്വം അറിയാൻ കഴിയാത്ത വിധത്തിലാക്കി അതും ഇതിൻ്റെ കൂടെ പഠിപ്പിച്ചു. പക്ഷെ നമുക്കതിന് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ആക്കി വെച്ചു. തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം വികൃതമാക്കി കപടശാസ്ത്രങ്ങൾ നിറച്ച് അത് മുഴുവനും കപടശാസ്ത്രമാണ് എന്ന് തോന്നത്തക്ക നിലയാക്കി. അതുകൊണ്ടാണ് പിൽക്കാലത്തും ഉപനിഷത്തിനെ ആരും അംഗീകരിക്കാതിരുന്നത്, ഇപ്പോഴും അംഗീകരിക്കാത്തത്. ചിന്തിക്കുന്ന ആളുകൾ, യുക്തിബോധമുള്ള ആളുകൾ, വൈജ്ഞാനിക മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും ഉപനിഷത്തിനെ അംഗീകരിക്കാത്തത് അതിനെ കപടശാസ്ത്രങ്ങൾ നിറച്ച് കപടശാസ്ത്രമാക്കി വെച്ചതുകൊണ്ടാണ്. ഇത് മുഴുവനും ചകഞ്ഞു നോക്കി ഇതിൽ എവിടെയെങ്കിലും യഥാർത്ഥ ജ്ഞാനം ഉണ്ടോ എന്ന് അന്വേഷിക്കാനൊന്നും അവർക്കൊരു നേരമില്ല. അത് അവരുടെ താല്പര്യത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അവർ ഇതിനെ പാടെ തള്ളിക്കളയും. അതാണല്ലോ എളുപ്പം. അങ്ങനെ ഭാരതീയ വിജ്ഞാനം എന്നത് ലോകത്തിൽ ഇല്ലാത്ത നിലയായി. ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉപനിഷത്തിൽ നിന്ന് കപടശാസ്ത്രങ്ങൾ നീക്കിക്കളഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഭാരതീയ വിജ്ഞാനം കിട്ടും. പക്ഷെ ഇതിനാരാ പണിപ്പെടുക? ഇത് നീക്കിക്കളയാനുള്ള പരിചയം ആർക്കുണ്ട്? അത് ഈ ഉപനിഷത്ത് ഈ കപടശാസ്ത്രത്തോടു കൂടി പഠിക്കുമ്പോൾ കപടശാസ്ത്രത്തെയും സ്വശാസ്ത്രമായിട്ട് തെറ്റിദ്ധരിച്ച് പഠിച്ചെങ്കിലും പിന്നീട് കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ വീണ്ടും വിചാരത്തിൽ ഏർപ്പെടുന്നത്. അവർക്കാണ് ഇത് വേർതിരിഞ്ഞ് കിട്ടുക. അതല്ലാതെ ആധുനിക വിജ്ഞാനം പഠിച്ച്
അതിൽ കൂടി ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യകത അനുഭവപ്പെടില്ല, ഇതിനുള്ള അവസരങ്ങളും അവരുടെ മുമ്പിൽ ഇല്ല. അങ്ങനെ ഭാരതീയ വിജ്ഞാനം ആർക്കും വേണ്ടാത്തതായിട്ട്, വേണം എന്നുള്ളവർക്ക് പോലും കിട്ടാത്തതായിട്ട് ശേഷിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് ഈ ത്രിഗുണങ്ങൾ ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമല്ല. അത്രയധികം സാഹിത്യം ഇതിനെ പ്രതിപാദിക്കുന്നതായിട്ടുണ്ട്. ഈ 3 ഗുണങ്ങളിൽ ഓരോന്നിൻ്റെയും പ്രവർത്തനം വർണ്ണിച്ച് ഇതൊക്കെയാണ് നമ്മുടെ അകത്ത് നടക്കുന്നത് എന്ന വിപരീത ധാരണ ഉണ്ടാകാൻ വേണ്ടതിലധികം വർണ്ണനകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് എവിടെ പോയാലും പഠിക്കാൻ കിട്ടുന്നത്. യൂണിവേഴ്സിറ്റികളിൽ ഇതാണ് പഠിപ്പിക്കുന്നത്. സന്യാസിമാരും ഇതാണ് പഠിപ്പിക്കുന്നത്. സന്യാസിമാർക്ക് പോലും ഇതിലെ സത്യവും അസത്യവും വേർതിരിച്ച് എടുക്കണം എന്ന വ്യഗ്രത ഉണ്ടാകുന്നില്ല. യൂണിവേഴ്സിറ്റി പോട്ടെ, അവർക്ക് ശമ്പളം കിട്ടണം, അത് യൂണിവേഴ്സിറ്റി പറയുന്ന പഠിപ്പിച്ചാൽ കിട്ടും. അതുകൊണ്ട് അവർ സന്തോഷിച്ചിരിക്കുന്നു നിൽക്കുക. കാലണ കിട്ടാതെ ജീവിതകാലം മുഴുവനും ഈ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ചെലവാക്കുന്ന സന്യാസിമാർക്കെങ്കിലും തോന്നണ്ടേ, ഞങ്ങൾ പഠിപ്പിക്കുന്ന സത്യമായിരിക്കണം, അസത്യം പഠിപ്പിക്കാൻ പാടില്ല, യഥാർത്ഥ ഭാരതീയ വിജ്ഞാനം പഠിപ്പിക്കണം, അതിൽ കടത്തി വെച്ചിരിക്കുന്ന കപടശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് ആർക്കും ഇതൊന്നും പഠിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ ഇന്നത്തെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സത്വരജ തമോ ഗുണങ്ങൾ ഉള്ളതാണെന്നും ഇതെല്ലാവരിലും ഉണ്ട് എന്നും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മനുഷ്യരിൽ കാണുന്നത് എന്നും തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. ഗീതയിലൊക്കെ പറയുന്ന ഈ ഓരോ ഗുണത്തിൻ്റെയും വ്യാപാരങ്ങൾ നമുക്ക് ശരിയാണെന്ന് തോന്നും. രജോ ഗുണത്തിൽ നിന്നാണ് ലോഭം ഉണ്ടാകുന്നത്, കാമവും ക്രോധവും ലോഭവും ഒക്കെ ഉണ്ടാകുന്നത്. രജോ ഗുണത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ ഒരു വഴിയും ആരുടെ മുമ്പിലും ഇല്ല. നേരെ മറിച്ച് ബോധം പരിണമിച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, ബോധം പരിണമിച്ചുണ്ടായതാണെങ്കിൽ എങ്ങനെയാണ് ചില ആളുകളിൽ അസൂയയും കുശുമ്പും കനിഷ്ഠമൊക്കെ ഉണ്ടായത്? ചിലരെന്തുകൊണ്ടാണ് അസത്യവാദികളായത്, അധർമ്മിഷ്ഠരായത്? ചിലരെന്തുകൊണ്ടാണ് ധർമ്മിഷ്ഠരും സത്യവാദികളുമായത്? ചിലരെന്തുകൊണ്ടാണ് ത്യാഗികളായത്? ചിലരെന്തുകൊണ്ടാണ് ലോഭികളായത്? എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വന്നേനെ. ഒരു ബോധം പരിണമിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ആയത്? ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരായിത്തീരും. ഒരിക്കൽ മൂല സത്യം മനസ്സിലാക്കിയാൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ബോധം എന്ന് പറയുന്നത് വേദാന്തികൾ പ്രചരിപ്പിക്കുന്നത് പോലെ സർവജ്ഞവുമല്ല, സർവശക്തവും അല്ല, അത് നിർവികാരം അല്ല, വികരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതിനെ വികരിപ്പിക്കാനും സാധിക്കും. സ്വയം വികരിക്കുന്നത് മാത്രമല്ല, വികരിപ്പിക്കാൻ സാധിക്കും, അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മാറിക്കൊണ്ടിരിക്കുന്നതും മാറ്റാൻ പറ്റുന്നതുമാണ് ബോധം. അടിസ്ഥാനപരമായിട്ട് മനുഷ്യരിലെല്ലാം മാറ്റങ്ങൾ അവിടെയാണ് വരുന്നത്. എനിക്ക് വീഴുന്ന കുട്ടിക്ക് ഒന്നും അറിഞ്ഞുകൂടാ.
കുറച്ചുനാൾ കഴിയുമ്പോൾ അത് തൻ്റെ അമ്മയെ തിരിച്ചറിയാൻ തുടങ്ങും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങും. ഇതിൻ്റെ അർത്ഥം എന്താ? ആ കുട്ടിയുടെ ബോധത്തിന് പരിണാമം വന്നില്ലേ? അറിയുക എന്ന ഒരു ധർമ്മം ജനിക്കുമ്പോൾ ഇല്ലാതിരുന്നത് പിന്നീട് ഉണ്ടായി. ജ്ഞാനം ഉണ്ടായി. ജ്ഞാനം ബോധത്തിൻ്റെ ധർമ്മമാണ്. ധർമ്മം ഉണ്ടാകുമ്പോഴും ഇല്ലാതെയാകുമ്പോഴും ധർമ്മിക്ക് മാറ്റം വരുന്നു എന്ന് വളരെ പ്രകടമാണല്ലോ. ഉഭയൻ അഭയൻ ധർമ്മോ വികരോതി ധർമ്മിണം. ഉണ്ടാകുമ്പോഴും ഇല്ലാതെയാകുമ്പോഴും ധർമ്മം ധർമ്മിയെ മാറ്റുന്നു. ധർമ്മിയിൽ പുതിയ ഒരു ധർമ്മം ഉണ്ടാവുന്നു. അപ്പൊ ആ ധർമ്മം മാറി, ഉള്ള ഒന്നില്ലാതെയാകുന്നു. അപ്പോഴും മാറി. അപ്പൊ നമ്മൾ പലതും പഠിച്ചപ്പോൾ നമ്മുടെ ബോധത്തിൽ പരിണാമം വന്നു. ജ്ഞാനത്തോട് കൂടാതെ ഇരുന്ന ബോധം ജ്ഞാനത്തോട് കൂടിയതായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിച്ച ചിലതൊക്കെ മറന്നുപോയി. അപ്പൊ ഇനി ഒരു മാറ്റം വന്നു. ആ ബോധത്തില് മുമ്പുണ്ടായിരുന്ന ജ്ഞാനം അവിടെ ഇല്ലാണ്ടായി. അപ്പൊ പിന്നെയും മാറ്റം വന്നു. അപ്പൊ ജ്ഞാനം ഉണ്ടാകുമ്പോഴും ഇല്ലാതെയാകുമ്പോഴും ജ്ഞാനത്തിന്റെ ധർമ്മിയായ ബോധത്തെ അത് മാറ്റുന്നു എന്ന് പ്രകടമാണ്. ഇത്തരം സത്യങ്ങളെ അംഗീകരിക്കാൻ കപടശാസ്ത്രികൾക്ക് കഴിയില്ല. കപടശാസ്ത്രം മതത്തിന് തുല്യമാണ്. മതം ഒരിക്കലും സത്യത്തെ അംഗീകരിക്കാത്തതുപോലെ, ഒരിക്കലും യുക്തി അംഗീകരിക്കാത്തതുപോലെ, ഒരിക്കലും ഒരു മാറ്റത്തിനും വിധേയമാവാത്തതുപോലെ ആണ് കപടശാസ്ത്രങ്ങള്. ഒരു കപടശാസ്ത്രത്തെ അടിസ്ഥാനത്തിലാണല്ലോ മതം ഉണ്ടായത്. ഒരു ജനക്കൂട്ടം അനുഷ്ഠിക്കുന്ന ഒരു കപടശാസ്ത്രത്തെയാണ് മതം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ജനക്കൂട്ടം അനുഷ്ഠിക്കാത്ത അസംഖ്യം കപടശാസ്ത്രങ്ങൾ വേറെ ഉണ്ട്. അതൊന്നും മതമാകുന്നില്ല. കാരണം അതിനെ ആരും അനുഷ്ഠിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ കപടശാസ്ത്ര വ്യത്യാസം. അപ്പൊ ആൾക്കൂട്ടം അനുഷ്ഠിക്കുന്ന കപടശാസ്ത്രമാണ് മതം. മതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കപടശാസ്ത്രത്തിലുണ്ട്. അപ്പോ ഈ ബോധം ആണ് അറിയുന്നത്. അറിയുമ്പോൾ അത് അറിവോട് കൂടിയ ബോധമാകുന്നു. പിന്നെ അത് മറന്നുപോയാൽ അതപ്പോൾ അറിവോട് കൂടാത്ത ബോധമാകുന്നു. ഇങ്ങനെ ബോധത്തിന് മാറ്റം വരുന്നു എന്ന സത്യം സഹിക്കാത്ത വേദാന്തം ഇതിനെ കണ്ടുപിടിച്ച വഴിയാണ് ബോധമല്ല അറിയുന്നത്. ബോധമല്ല അറിയുന്നത് എന്ന് പറഞ്ഞു. ബോധം ഒന്നും അറിയുന്നില്ല. ഈ ബോധത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് ഒന്നും അറിയുന്നില്ല. ആത്മാവ് പ്രമാതാവല്ല എന്ന് ആണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം. ആത്മാ പ്രമാത. ആത്മാവ് പ്രമാതാവല്ല, അറിയുന്നവനല്ല. ഒന്നും അറിയില്ല ആത്മാവ്. പിന്നെ അതിനെ ആത്മാവ് വിളിക്കുന്നതിന്? പിന്നെ അത് ബോധമെന്ന് പറയുന്നതിനെ ബോധിച്ചെങ്കിലല്ലേ ബോധമുള്ളൂ. ബോധന കർമ്മത്തിന്റെ കർത്താവാണ് ബോധം. ഇത് ബോധിക്കുന്നു, അതുകൊണ്ടത് ബോധം. ബോധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബോധമാവും? ഇതെല്ലാം കൂടി കുഴപ്പമായിട്ട് തീരുകയാണ്. ആത്മാവ് പ്രമാതാവല്ല എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. വേദാന്തത്തിന്റെ അംഗീകൃത സിദ്ധാന്തമാണ് ആത്മാവ് പ്രമാതാവല്ല. ആത്മാവ് ഒന്നും അറിയുന്നില്ല. പിന്നെ ആരാണ് അറിയുന്നത്? അറിയുന്നത് മനസ്സാണ്. അതെന്താണ്? മനസ്സ് ജഡമാണ്. ആത്മാവ് ബ്രഹ്മം മാത്രമാണല്ലോ വസ്തു. സച്ചിദാനന്ദം അദ്വയം ബ്രഹ്മവസ്തു. അജ്ഞാനാദി സകല ജഡസമൂഹ അവസ്തു. ഇങ്ങനെയാണ് വസ്തുവിനെയും അവസ്തുവിനെയും വേർതിരിക്കുന്നത്. ഈ അജ്ഞാനം, അത് ദ്രോണം.
ഇത് പരിണമിച്ചുണ്ടാകുന്നതാണ് മനസ്സ്. ജഡം പരിണമിച്ചുണ്ടാകുന്നതൊക്കെ ജഡം തന്നെയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ തന്നെ മനസ്സ് ജഡമാണെന്ന് വേദാന്തം വാചാ പറയുന്നുണ്ട്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും എല്ലാം ജഡമാണ്. ജഗത്ത് ജഡമാണ്. ജഗത്തിനെ മനസ്സാണ് അറിയുന്നത്. ആത്മാവിനെ അപേക്ഷിച്ച് ജഗത്തില്ല. ആത്മാവ് ജഗത്തിനെ അറിയുന്നില്ല. ആത്മാവ് പ്രമാതാവല്ല. ജഡമായ മനസ്സ് ജഡമായ ജഗത്തിനെ അറിയുന്നു. ജഡം ജഡത്തെ അറിയണം. ജഡമാണ് അറിയുന്നത്, ബോധമല്ല. അതുകൊണ്ടാണ് കപിലന്റെ കപടവാദം സ്വീകരിക്കാൻ വേദാന്തത്തിന് ഒരു വിഷമമില്ലാതിരുന്നത്. അല്ലെങ്കിൽ സാധിക്കില്ലായിരുന്നു. അപ്പൊ സത്വഗുണമാണ് അറിയുന്നതെന്ന് പറയാം, ഒന്നുമില്ല. ഇങ്ങനെ വിപരീത ജ്ഞാനത്തെ ജ്ഞാനമാക്കി കാണിച്ച് യഥാർത്ഥ ജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന സർക്കസാണ് പതിനായിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഭാരതത്തിൽ നടന്നു വരുന്നത്. ഇതിന് അവസാനം ഉണ്ടാവണം. വിപരീത ജ്ഞാനത്തെയും യഥാർത്ഥ ജ്ഞാനത്തെയും വേർതിരിച്ച് അറിയാൻ കഴിയണം. നമ്മുടെ ഇപ്പൊ ഭാരതീയമാണ് എന്ന് പറയുന്ന വാങ്മയം മുഴുവൻ നോക്കിയാൽ ഇപ്പൊ വേദാദി എന്നാണ് പറയുക. ആദ്യം ഉണ്ടായത് വേദാണെന്നുള്ള അഭിപ്രായത്തിലാ. വേദാദി ശാസ്ത്രങ്ങൾ എന്നാണ് പറയുക. വേദം ആദിയായിട്ടുള്ള ശാസ്ത്രം. വേദം ആദിയല്ല, ഉപനിഷത്താണ് ആദി. അത് മാത്രമാണ് ശരിയായ വിദ്യ. പിന്നീടുണ്ടായതാണ് വേദാദിയൊക്കെ. ആ വേദാദി മുഴുവൻ കപട ശാസ്ത്രങ്ങളാണ്. അത് മുഴുവൻ വിപരീത ജ്ഞാനമാണ്. അത് തള്ളിക്കളയേണ്ടതാണ്. അതുള്ളിടത്തോളം കാലം മനുഷ്യൻ നന്നാവില്ല. പക്ഷെ അതുണ്ടാകേണ്ടത് ചിലരുടെ ആവശ്യമാണ്. സമൂഹത്തെ നശിപ്പിക്കേണ്ട ആളുകൾക്ക് അത് ആവശ്യമാണ്. വർണ്ണവും ജാതിയും എല്ലാം ഈ ത്രിഗുണങ്ങളുടെ പേര് പറഞ്ഞാണ് ഉണ്ടാക്കിയത്. അല്ലേ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയും കൃഷ്ണൻ. സത്വഗുണപ്രധാനരായിട്ടുള്ള ആളുകള് ബ്രാഹ്മണര്. സത്വം പ്രധാനമായാൽ പിന്നെ രണ്ടാമത്തേതാണ് രജസ്സാണ്. തമസിന് മൂന്നാം സ്ഥാനമേ ഉള്ളൂ. പിന്നെ രജസ് പ്രധാനമായിട്ടുള്ള ആളുകൾ ക്ഷത്രിയര്. രജസ് പ്രധാനമായാൽ രജസിന്റെ തൊട്ട് തന്നെയാണല്ലോ സത്വവും തമസും. അപ്പൊ രണ്ടിൽ ഏത് വേണമെങ്കിലും രണ്ടാമതായിട്ട് വരാം. രജസിന്റെ തൊട്ട് താഴെ സത്വം വരാം, തൊട്ട് താഴെ തമസും വരാം. രജസിന്റെ താഴെ സത്വമാണ് വരുന്നതെങ്കിൽ അവർ ക്ഷത്രിയര്, തമസാണ് വരുന്നതെങ്കിൽ അവർ വൈശ്യര്. ഇനി നാലാമത്തെ ഒരു സാധ്യത ഉള്ളത് തമോ ഗുണം പ്രധാനമായിട്ട് വരിക. ഏറ്റവും കൂടുതൽ തമോ ഗുണം. ഒരെണ്ണാം സ്ഥാനം പിന്നെ രജോ ഗുണത്തിനേ വരുള്ളൂ. സത്യം കുറച്ചും കൂടി അകലെയാണല്ലോ. അപ്പോൾ തമസ്, രജസ്, സത്വം എങ്ങനെയാവും ഘടന? ഇതാണത്ര ശൂദ്രൻ. ലോകത്തിൽ യഥാർത്ഥ ജ്ഞാനമുള്ളത് ആർക്കാണെന്ന് നോക്കുമ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ശൂദ്രന്മാർക്കാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന നികൃഷ്ടജീവി ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ. ഈ ലോകത്തുള്ള സയൻസ് മുഴുവൻ ഉണ്ടാക്കിയ യൂറോപ്പിലും അമേരിക്കയിലും ബ്രാഹ്മണനുണ്ടോ? അവിടെ ആർക്കാണ് ഈ ജ്ഞാനം മുഴുവൻ ഉണ്ടായത്? ലോകത്തിന്റെ അവസാന രഹസ്യം വരെ പഠിപ്പിച്ച ജ്ഞാനം
നേടിയ അമേരിക്കക്കാരും യൂറോപ്യന്മാരും ബ്രാഹ്മണരാണോ? ഇന്ത്യയിൽ ഏത് ബ്രാഹ്മണൻ ഉണ്ട് യഥാർത്ഥ ജ്ഞാനമുള്ളവര്, സയൻസ് അറിയുന്നവര്? ബ്രാഹ്മണൻ അന്ധവിശ്വാസമാണുള്ളത്, ജ്ഞാനമല്ല. ഏറ്റവും പണ്ഡിതനായ ബ്രാഹ്മണൻ പോലും അന്ധവിശ്വാസത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്. അവനതിന് രക്ഷപ്പെടാൻ കഴിയില്ല. അവരതിന് വിധിക്കപ്പെട്ടവരാണ്. സ്വഭാവം അതാണ് അവരുടെ. അപ്പൊ അത് ഈ പറയുന്ന സത്വരസമോ ഗുണങ്ങൾക്ക് കപിലൻ പറയുന്ന ഗീതയിൽ പറയുന്ന ഗുണങ്ങളൊക്കെ അംഗീകരിച്ചാൽ ബ്രാഹ്മണരെ സത്വപ്രധാനരാവാൻ ഒരു വഴിയുമില്ല. ബ്രാഹ്മണരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ സത്വപ്രധാനരെല്ലാം തീർച്ചയാണ്. പക്ഷെ നമ്മളിതൊക്കെ കാണാപ്പാടം പിടിച്ച് ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ച് സമർത്ഥിച്ച് നടക്കും. ഇങ്ങനെയുള്ള റോബോട്ടുകളായിട്ട് നമ്മൾ മാറി. ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിക്കുന്ന റോബോട്ടുകളായിട്ട് ഇന്ത്യക്കാരെ ഈ ആര്യൻ പാരമ്പര്യം മാറ്റി. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് യഥാർത്ഥ ഭാരത പാരമ്പര്യത്തിലേക്ക് പോകാൻ സാധിക്കണം. അപ്പോഴേ ഈ റോബോട്ടിന്റെ നില വിട്ടിട്ട് നമുക്ക് മനുഷ്യരാവാൻ സാധിക്കുള്ളൂ. മനുഷ്യരായാൽ മാത്രമേ ഈ വിപരീത ജ്ഞാനവും യഥാർത്ഥ ജ്ഞാനവും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമേ ഈ ജാതിയുടെയും വർണ്ണത്തിന്റെയും ഒക്കെ അടിയിലുള്ള കാപട്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. റോബോട്ടുകളായിരിക്കുന്നിടത്തോളം കാലം ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചാതുർവർണ്ണത്തിൽ ഒരു ദോഷവും ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അവർ റോബോട്ടുകളാണല്ലോ, ചിന്തയില്ലല്ലോ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യലല്ലേ ഉള്ളൂ. അപൂർവ ചിന്തയില്ലല്ലോ, പ്രതിഭയില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഷ്ടാവസ്ഥ. അപ്പോ ഈ സത്വരജസ്തമോ ഗുണങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അതിലും ഭാരതത്തെ മുഴുവൻ കുറിച്ചുള്ള ചിന്തയും അതിലുണ്ട്. വളരെ മൗലികമായ ഒരു കപടശാസ്ത്രമാണ് ഈ ത്രിഗുണവാദം. അതുകൊണ്ടാണ് അതിൻ്റെ കയറി പിടിച്ചത് ഈ വർണ്ണവാദികൾ. ഇതെല്ലാം സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്തതാണ്. ഇത് വലിയ വിജ്ഞാനമൊന്നും ആവശ്യമില്ല, അതിന് വലിയ പണ്ഡിതനൊന്നും ആവേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധിയും സാമാന്യ യുക്തിയും ഉണ്ടായാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത് മുഴുവൻ ഭോഷ്കാണ്, ഇത് വിഡ്ഢിത്തമാണ്, ഇത് മൂർഖതയാണ്. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ എന്ന് പറയുന്ന മാലിന്യം ഇത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് പോകണം. അത് ജഗത്തിന്റെ കാരണമല്ല, കാരണമാവാൻ അങ്ങനെ വസ്തു ഇല്ല. ജഗത്തിന്റെ കാരണം, ജഗത്തിന്റെ പ്രകൃതി ആദിബോധമാണ്, പ്രൈമോഡിയൽ കോൺഷ്യസ്നസ് ആണ്. പ്രൈമോഡിയൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് സർവജ്ഞവും സർവശക്തവും ഒന്നുമല്ലാതെ ബോധത്തിന്റെ ഏറ്റവും താണ നിലയാണ് എന്നും അറിയണം. അവിടെ നിന്ന് അത് ഉത്ക്രമിക്കുന്നു, ഉത്ക്രമിച്ച് മേൽക്കുമേലെയുള്ള ബോധങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായതിൽ ഏറ്റവും മേലെയുള്ള ബോധതലമാണ് മനുഷ്യനുണ്ടായ ബോധതലം. മനുഷ്യബോധമാണ് ഉയർന്ന ബോധം എന്ന് പറയുന്നത്. ഉത്ക്രമിക്കാൻ തുടങ്ങിയ ബോധം ഏറ്റവും താഴെയുള്ളതാണ്. ഈ ക്രമവും മനസ്സിലാക്കണം. അങ്ങനെ ഉയർന്നുയർന്നുയർന്നു പോകുന്ന ബോധം അതതിൻ്റെ തലത്തിൽ ശക്തികൾ ഉണ്ടാകുന്നു, പ്രയാത്മാകങ്ങൾ ഉണ്ടാകുന്നു, ദ്രവ്യതരംഗങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ അതിൻ്റെ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ മുഴുവൻ ജഗത്തും ഉണ്ടാകുന്നു. ഇവിടെ
ഈ ത്രിഗുണം എന്ന് പറയുന്ന വസ്തുവിന് ഒരു പ്രസക്തിയുമില്ല. ഇത് ആര്യന്മാരും ആര്യകിങ്കരന്മാരും ഉണ്ടാക്കിയ കപടശാസ്ത്രങ്ങളിൽ പെട്ടതാണ്. അതിനെ നമ്മൾ ഭാരതീയർ മാനിക്കേണ്ട ആവശ്യം ഇല്ല. ഇതിനെ എതിർക്കുക എന്നത് നമ്മൾ ജീവിതവ്രതമാക്കണം. എതിർക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. അറിയാതെ എതിർക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിലെ എതിർപ്പ് പോലെ ഒന്നും അറിയാണ്ട് എതിർക്കാൻ സാധിക്കില്ല. ഇത്തരം വിഷയങ്ങളെ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ പാളിച്ചകൾ എവിടെയാണ്, യുക്തിരാഹിത്യം എവിടെയാണ്, ഇത് മനസ്സിലാക്കും. അതുപോലെ യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതും മാത്രമാണ് യഥാർത്ഥ ജ്ഞാനമെന്നും, യുക്തിക്കോ അനുഭവത്തിനോ വിരുദ്ധമാണെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമല്ല എന്ന് പറയുന്നു. യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വാസ്തവത്തിൽ പ്രയാസമില്ല. യുക്തിയോട് യോജിച്ചിരിക്കുന്നുണ്ടോ അനുഭവത്തോട് യോജിച്ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ രണ്ടിനോട് യോജിച്ചിരുന്നാൽ സച്ഛാസ്ത്രം, ഇല്ലെങ്കിൽ കപടശാസ്ത്രം. അങ്ങനെ നോക്കുമ്പോൾ ഈ 200ഓളം വരുന്ന ദർശനങ്ങളും വേദങ്ങളും വേദാംഗങ്ങളും എന്നൊക്കെ പറയുന്നെല്ലാം ഇത് കപടശാസ്ത്രമാണെന്ന് കാണാൻ സാധിക്കും. എന്താണോ ഇതിനിടയ്ക്ക് കപടമല്ലാതെ കാണുന്നത് അത് വേദത്തിന്റെ ഭാഗമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വേദഗണിതം എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടിട്ടുണ്ട് കുറെ കാലമായി. യാഗത്തിന്റെ വേദികളൊക്കെ പണിയാനുള്ള കണക്കേ, വേദി പണിയാൻ വേണ്ടി കണക്കുണ്ടായിട്ടുണ്ടോ? അതോ കണക്കുണ്ടായത് കൊണ്ട് വേദി പണിയാൻ ആ കണക്ക് ഉപയോഗിച്ചോ? നിലവിലുള്ള ഗണിതം ഉപയോഗിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാതെ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഗണിതം ഉണ്ടായിട്ടില്ല. ഗണിതം സാർവലൗകികമായ വിജ്ഞാനമാണ്. ശില്പസൂത്രങ്ങൾ എന്ന് പറയുന്ന വിജ്ഞാനശാഖ, ഗണിതശാഖ ഭാരതത്തിൽ നേരത്തെ ഉണ്ട്. അതുപയോഗിച്ചാണ് ഈ യജ്ഞവേദികളൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒക്കെ കണക്കായിരുന്ന കിട്ടുക. അത് വേദത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ എന്താ കഥ? ഓരോരോ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കണക്കുകളൊക്കെ അതത് ആവശ്യത്തിന് വേണ്ടി ഉണ്ടായതല്ല. എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഗണിതമേ ഉള്ളൂ. വേദഗണിതം എന്നൊരു ഗണിതമില്ല. ഗണിതശാസ്ത്രമുണ്ട്. പ്രാചീന ഭാരതം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന ഒരു രംഗമാണ് ഗണിതശാസ്ത്രം. അതുപോലെ ഖഗോള വിജ്ഞാനം, അസ്ട്രോണമി. ഇതിനെല്ലാം വേദത്തോടും മറ്റുമൊക്കെ കൂട്ടിക്കെട്ടി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കാണുന്ന സാധനങ്ങളെ നമുക്ക് ഇതിൽ നിന്ന് പെറുക്കി മാറ്റിവെക്കാം. ഇതൊക്കെ സശാസ്ത്രമാണ്. അതിലൊക്കെ പരിപൂർണമായ യുക്തിയും കാണാം. ആ ലക്ഷണം അവിടെ ഉറപ്പായിട്ടുണ്ടാവും. അത് യുക്തിസഹമാണ്. ഇത് അനുഭവത്തോട് യോജിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മള് സ്വാധ്യായം ചെയ്ത് മനസ്സിലാക്കുക. തൽക്കാലം ഇതേ വഴിയുള്ളൂ. കാരണം ഇപ്പൊ ഇത് പഠിപ്പിക്കുന്ന ഏർപ്പാടില്ലാത്തത് കൊണ്ട് ഇത് സ്വയം പഠിച്ചറിയാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇത് നമ്മുടെ സ്വഭാവമാവണം. സത്യം അന്വേഷിച്ച് കണ്ടെത്തുക, ആ സത്യം ജീവിക്കുക. അപ്പോഴത് മനുഷ്യ ജീവിതമുള്ളൂ. അതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളെല്ലാം വിവേചിച്ച് അറിയേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ഈ ധർമ്മം അനുഷ്ഠിച്ചാലേ നമ്മൾ മനുഷ്യരാവുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ മനുഷ്യരെന്ന് വിളിച്ചിട്ട് പ്രയോജനമില്ല. ഇതിനെ നമുക്ക് സമയം കണ്ടെത്തി ഇത്തരം ശാസ്ത്രങ്ങളെ പഠിച്ച് അതിൻ്റെ തെറ്റും ശരിയും നമ്മൾ തന്നെ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞു, ഓരോ വാക്യവും കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തെറ്റാണോ ശരിയാണോ എന്ന് പ്രമാണങ്ങളെ കൊണ്ട് പരീക്ഷിച്ച് അറിയണം. അല്ലാതെ ഒരു വാക്യത്തെയും സ്വീകരിക്കരുത്. പ്രമാണ പരീക്ഷ ചെയ്ത് സ്വീകരിക്കുന്നത് അറിവ്, അല്ലാതെ സ്വീകരിച്ചാൽ അത് വിശ്വാസം. വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസമാണ്. അതാണ് വിശ്വാസവും അറിവും തമ്മിൽ വ്യത്യാസം. വിശ്വാസം കൊണ്ട് നമുക്ക് നാശമേ ഉണ്ടാവുള്ളൂ. എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് ക്രിസ്തു പറഞ്ഞത് ക്രിസ്തു ആര്യനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിന്റെ വിശ്വാസം നിന്നെ നശിപ്പിക്കും, നീ ഒന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇങ്ങനെ മനസ്സിലാക്കാം, നിന്റെ വിശ്വാസം നിന്നെ നശിപ്പിക്കും. നീ ഒന്നും വിശ്വസിക്കരുത്, എല്ലാം പ്രമാണ പരീക്ഷ ചെയ്ത് തീരുമാനം വരുത്തണം. അങ്ങനെ തീരുമാനം വന്ന അറിവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അല്ലാതെ വിശ്വാസം ആരെയും രക്ഷിക്കില്ല, വിശ്വാസം നശിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഭാരതീയ വിജ്ഞാനം എന്ന് പറയുന്നത് തൽക്കാലം ഉപനിഷത്തിലേ ഉള്ളൂ. അപ്പൊ അതില് ഇല്ലാത്തതാണ് ഈ ത്രിഗുണം. അതിലുള്ളത് ബോധത്തിന്റെ ഉത്ക്രാന്തിയാണ്, ബോധോത്ക്രാന്തിയാണ്. അതുകൊണ്ട് അതിനെ മാത്രമാണ് നമുക്ക് ഒരു വൈജ്ഞാനിക സിദ്ധാന്തം, ഒരു സയന്റിഫിക് തിയറി ആയിട്ട് പറയാൻ കഴിയുക. ആ ഒന്ന് സിദ്ധിക്കുമ്പോൾ പറഞ്ഞ എല്ലാത്തിൻ്റെയും ചേതനത്വം, എല്ലാത്തിൻ്റെയും മൗലികമായ ഏകത്വം മുതലായ ഉപസിദ്ധാന്തങ്ങൾ അതിൽ നിന്ന് കിട്ടും. ആ സിദ്ധാന്തങ്ങളെല്ലാം ചേർന്നതാണ് ഭാരതീയ വിജ്ഞാനം. അപ്പൊ അതിനെ മാത്രം നമ്മൾ മാനിച്ചാൽ മതി. അപ്പോൾ ഉള്ള സമയം അത് പഠിക്കാൻ നോക്കുക. അത് പഠിക്കുമ്പോൾ അതിൻ്റെ വിപരീതമായിട്ടുള്ളതിനെയും അത് വിപരീത ജ്ഞാനമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാം, എന്നേ ഉള്ളൂ. അതിലൊന്നും അല്പം പോലും സയൻസ് ഉണ്ട്, അതിൽ വിജ്ഞാനമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് ഗുണവാദവും അതുൾപ്പെടുന്ന ഈ സാഖ്യശാസ്ത്രവും 100% കപടശാസ്ത്രമാണ്. അതിനെയെല്ലാം പാടെ തള്ളിക്കളയാണ്. തള്ളാൻ വേണ്ടിയാണ് പഠിക്കേണ്ടത്, പഠിച്ചിട്ട് പഠിക്കാണ്ട് തള്ളേന് അർത്ഥമില്ലല്ലോ. പഠിച്ചു നോക്കിയിട്ടാണ് ഇത് കപടശാസ്ത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. അങ്ങനെ തള്ളേണ്ടതാണത്. അതാണ് ഈ ത്രിഗുണങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. സോമേട്ടാ 10 മണി കഴിഞ്ഞു.